സംസ്ഥാനത്ത് സ്കൂൾ സമയമാറ്റം തുടരും. 15 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂവെന്നും ആരും ഉത്കണ്ഠപ്പെടേണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമസ്ത ഉപാധികൾ വെച്ചിട്ടില്ല എന്ന് മന്ത്രിയും ചർച്ചയിൽ തൃപ്തരെന്ന് സമസ്ത നേതാക്കളും മാനേജ്മെന്റും വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധങ്ങളും പരാതികളുമായി മുന്നോട്ട് പോകുന്നതിൽ താല്പര്യമില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാനേജ്മെൻറ്റ് അസോസിയേഷനുകളുടെ യോഗം വിളിച്ചിരുന്നു. അഭിപ്രായങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോട് വിശദീകരിച്ചു. അതിനുശേഷം എല്ലാവരും അഭിപ്രായം പറഞ്ഞു. മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്തു അവർ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. 10 മണിക്ക് തുടങ്ങുന്നത് 9:45 ആരംഭിക്കുന്നു. ആകെ രാവിലെ മാത്രമാണ് ഈ 15 മിനിറ്റിൻ്റെ പ്രശ്നം ബാധിക്കുന്നത്. വേറെ ഒരു ബാധിക്കുന്ന പ്രശ്നമില്ല. സമൂഹത്തിലാണ് നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലാണുള്ളത്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മന്ത്രി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാണ്. അത് ചില ഇടപാടുകൾ ഞങ്ങൾ നിർബന്ധമായതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നും എന്നാൽ ഈ പ്രാവശ്യം അത് ഇംപ്ലിമെൻറ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ കൊല്ലം അങ്ങനെ പോകാൻ ഞങ്ങൾക്ക് നിങ്ങൾ സാവകാശം തരണമെന്നും അടുത്ത വർഷം അതിന് നമുക്കെന്താക്കാം മാറ്റവും പരിഹാരമൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പ് മന്ത്രി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നമ്മൾ ഇറങ്ങിയതാണ്. ഗോപാൽ ഷീല സനൽ നമുക്കൊപ്പം. ഗോപാൽ ഷീല സനൽ, ഒടുവിൽ സർക്കാരിന് സമസ്തയ്ക്കും വഴങ്ങേണ്ടി വന്നു. കാരണം നടപ്പാക്കി തുടങ്ങിയ തീരുമാനം ഈ അധ്യയന വർഷത്തിൽ പിൻവലിക്കാൻ കഴിയില്ല എന്നത് സമസ്തയെ സർക്കാർ ബോധ്യപ്പെടുത്തി എന്ന് വേണ്ടേ കരുതാൻ? അതെ സുജയ, ഒടുവിൽ സർക്കാരിന്റെ നിലപാട് വിജയിച്ചിരിക്കുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ ഒരു പരിധിവരെയെങ്കിലും പറയാൻ. കാരണം നേരത്തെ മുതലേ തന്നെ സമസ്ത അടക്കമുള്ള മുസ്ലിം സംഘടനകൾ ഈ വിഷയത്തിൽ വലിയ എതിർപ്പുണ്ടായിരുന്നു. തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു ചർച്ച നടത്തിയതും. ഇന്ന് വൈകുന്നേരത്ത് 4:30 ചർച്ച നടത്തിയത്. ചർച്ചയിൽ സമവായമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നിലവിൽ ഇപ്പോൾ ഈ വർഷം ഇത് നടപ്പിലാക്കിയതിനാൽ ഇതുമായി മുന്നോട്ട് പോകുന്നു എന്ന് സർക്കാർ അറിയിച്ചു, വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. അതുകൊണ്ട് തന്നെ ആ ചർച്ചയിൽ ഞങ്ങൾക്ക് തൃപ്തികരമാണ് എന്നതാണ് സമസ്ത ഈ വിഷയത്തിൽ അറിയിച്ചിരിക്കുന്ന നിലപാട്. അടുത്ത വർഷം വേണ്ട മാറ്റം പരിഗണിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായും ഈ യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തതായും സമസ്ത അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരണം നടത്തി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഇതിൽ നിന്ന് ഒരു പരിധിവരെയെങ്കിലും വിഭിന്നമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം നേരത്തെ പറഞ്ഞ അതേ നിലപാടുകളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. പ്രാവർത്തികമാകാൻ പറ്റാത്ത ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത് എന്നും പക്ഷേ അതിനെ ബഹുമാനപൂർവ്വം കാണുകയും അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കേൾക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ അവരുടെ അഭിപ്രായം കേൾക്കുന്നതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഏത് സാഹചര്യത്തിലാണ് സമയക്രമം തുടരും. സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിന് വഴങ്ങി സമസ്ത. ഗോപാൽ ഷീല സനലാണ് വിവരങ്ങൾ നൽകിയത്.